ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 5ാമത് മൂന്നാർ പുഷ്പമേള മെയ് 1 മുതൽ 10 വരെ നടക്കും. ദേവികുളം റോഡിലുള്ള വിനോദസഞ്ചാര വകുപ്പിന്റെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് മൂന്നാർ പുഷ്പമേള 2026 നടത്തുന്നത്. മധ്യവേനൽ അവധിക്കാലത്ത് മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 5ാമത് മൂന്നാർ പുഷ്പമേള മെയ് 1 മുതൽ 10 വരെ നടക്കും. ദേവികുളം റോഡിലുള്ള വിനോദസഞ്ചാര വകുപ്പിന്റെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് മൂന്നാർ പുഷ്പമേള നടക്കുന്നത്. മൂന്നാറിന്റെ തനത് പൂക്കൾക്കൊപ്പം വിദേശി ഇനങ്ങൾ ഉൾപ്പെടെ പുതിയ 2000-ലേറെ തരത്തിലുള്ള പൂക്കളും ചെടികളുമാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അസീലിയ, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവ ഇത്തവണത്തെ പുഷ്പമേളയുടെ പ്രത്യേകതയാണ്. 1 ലക്ഷത്തിലേറെ ചെടികളാണ് ഗാർഡനിലുള്ളത്. കൂടാതെ എല്ലാ ദിവസവും വൈകിട്ട് 6 മുതൽ 9 വരെ ഗാർഡനിലെ ആംഫി തിയേറ്ററിൽ വെച്ച് വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. ഗാർഡനിൽ പുതുതായി നിർമ്മിച്ച ഗ്ലാസ് വാച്ച് ടവർ, റെയിൻബോ റൈഡ് എന്നിവ ഇത്തവണത്തെ പുഷ്പമേളയുടെ പ്രത്യേകതയാണ്. മിനി റിവർസൈഡ് ബീച്ച്, മ്യൂസിക്കൽ ഫൗണ്ടൻ, സെൽഫി പോയിന്റ്, വിവിധതരം സ്റ്റാളുകൾ, ഭക്ഷണശാലകൾ, അലങ്കാര ദീപങ്ങൾ എന്നിവയും ഉണ്ടാകും. മധ്യവേനൽ അവധിക്കാലത്ത് മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രവേശനം. കഴിഞ്ഞ വർഷം 70,000 പേർ പുഷ്പമേള സന്ദർശിച്ചതായി DTPC അധികൃതർ പറഞ്ഞു. ഇത്തവണ 1 ലക്ഷം പേരെയാണ് പുഷ്പമേളയിലേക്ക് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.